ശരി ഇതാ ഗോപി, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. മുടവൻമുകളിലെ സ്കൂളിലാണ് മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥികളെ ഒപ്പം കാണാം. ശിവൻകുട്ടിയുണ്ട്, ശബരിനാഥൻ ഒക്കെ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. ഗോപി, സാധാരണ നിലയിൽ ഇത്രയധികം ആളുകൾ ഈ ആദ്യ മണിക്കൂർ, അതായത് വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുൻപേ ബൂത്തിലേക്ക് എത്തുന്നത് അപൂർവ കാഴ്ചയാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ നേരത്തെ എത്തി വോട്ട് രേഖപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഇത് ഒരു വലിയ പ്രേരണയായി മാറും. കൂടുതൽ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ ഇതൊരു വലിയ പ്രേരണയായി മാറും എന്ന് നമുക്ക് കരുതാം. മുഹമ്മദ് റിയാസിനെ നമുക്ക് കാണാം. ബേപ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹം പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നു. വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള നിരയിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട്. വോട്ടർമാരുടെ നിരയിൽ അദ്ദേഹത്തെ കാണാം. മറുഭാഗത്ത് സുരേഷ് ഗോപിയെ നമുക്ക് കാണാം. ഒരു ഭാഗത്ത് വി ഡി സതീശനെ കാണാം. ചലച്ചിത്ര താരം മോഹൻലാൽ അദ്ദേഹം മുടവൻമുകളിലാണ് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയേതരമായിട്ടുള്ള വിവിധ മേഖലകളിലുള്ള പ്രമുഖരൊക്കെ തന്നെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് വളരെ സ്വാഗതാർഹമായ, പ്രതീക്ഷ നിർഭരമായ ഒരു കാര്യം കൂടിയാണ്. സ്ഥാനാർത്ഥി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. വോട്ട് ചെയ്തു. വളരെ നല്ല ഒരു റിസൾട്ടായിരിക്കും ഇത്തവണ UDF ഉണ്ടാവുക. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെ UDF അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. അതെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള തരംഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റി. അന്ന് ക്വാർട്ടർ ഫൈനൽ എന്നാണ് പറഞ്ഞത്. പിന്നെ സെമി ഫൈനലിലെത്തി, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിലും നല്ല വിജയം കൈവരിക്കാൻ കഴിഞ്ഞപ്പോൾ ഫൈനലിൽ നല്ല ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ UDF അനുകൂലമായിട്ട്. തൂത്തുവാരും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. 100 സീറ്റ് ഏതായാലും റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞ തവണകളിലൊക്കെ ഉണ്ടായതിനേക്കാൾ നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തന്നെ UDF ജയിക്കാൻ പറ്റും. ഭൂരിപക്ഷം സീറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾ 27 സീറ്റ് മത്സരിക്കുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷം സീറ്റുകൾ ഞങ്ങൾ വിജയിക്കും. ഇല്ല, അത് തന്നെയാണ് താങ്കൾ പറഞ്ഞാണ് അതിൻ്റെ ഒരു സംഗതി. ഈ തവണ ഏത് സീറ്റ് തോൽക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ബഹുഭൂരിപക്ഷം സീറ്റുകളും ലീഗ് നേടും. UDF താങ്കൾ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കണക്ക്. എല്ലാവരും ഒരേ കണക്കാണ് ഏകദേശം പറയുന്നത്. അപ്പോൾ അതിലെന്തോ ഉണ്ട് നിങ്ങൾ കരുതിയാൽ മതി. അല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇലക്ഷൻ രംഗം നോക്കണ ആർക്കും പറയാൻ കഴിയില്ല. ഓരോ ജില്ലയിലുള്ള കാര്യങ്ങൾ എടുത്ത് അനലൈസ് ചെയ്താൽ UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കൊടുക്കുന്നു, പിന്നെ പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു, സാരി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ BJP ഉത്തരേന്ത്യയിൽ അതേ പ്രവണത കേരളത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. അതെ, അത് അവർ വെറുതെ ഈ അവിടെയൊക്കെ ചെയ്യുന്ന പണികൾ ഇവിടെ ചെയ്താൽ ഇവിടെ വെച്ച് പിടിക്കൂല എന്ന് കേരളത്തെ മനസ്സിലാക്കാൻ അവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരു ഇലക്ഷനിൽ ഒരു അക്കൗണ്ട് തുറക്കും, പിന്നെ അക്കൗണ്ട് ക്ലോസ് ആവും, പിന്നെ അക്കൗണ്ട് തുറക്കും എന്നാണ് ഈ ഗതികേടിൽ പോലും നിൽക്കുന്നതിൻ്റെ കാരണം. അതാണ്, അല്ലാതെ ഒന്നും കേരളത്തിൽ സംഭവിക്കാൻ പോകില്ല. വീണ്ടും ചോദ്യം അതിലേക്ക് വന്നല്ലോ. അക്കൗണ്ട് തുറക്കോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെയും ചോദ്യം. അതാണ് വസ്തുത. സാധ്യത ഇതവിടെ പിന്നെയും സാധ്യത കുറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നത്. സ്വയം വോട്ട് ചെയ്യാൻ, അതായത് നിയമസഭയിലേക്ക് സ്വയം വോട്ട് ചെയ്യാൻ ഒരു അവസരമാണല്ലോ ഇങ്ങനെ കാണുന്നത്. അല്ല, ഞാൻ വോട്ട് ചെയ്തില്ല. സാധാരണ വോട്ട് ചെയ്യലുണ്ട്. ഇന്ന് തങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരുന്നതാണ്. കാരണം തങ്ങൾ ഇരിക്കാറ് വോട്ട് ചെയ്യാൻ സാധ്യത. അപ്പോൾ തങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. തങ്ങൾ വോട്ട് ചെയ്ത് പിന്നെ പോയിട്ട് സാവകാശം ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. ഇവരൊക്കെ ഉണ്ട്. പാലക്കാട് കുടുംബം മുഴുവൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒക്കെ എനിക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത. ഞാനിവിടെ കൗൺസിലറായ കാലത്ത് ഫസ്റ്റിൽ തങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് ശ്യാം തങ്ങൾ. അപ്പൊ പേരക്കുട്ടി വരെ എനിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു അഭിമാനത്തിലാണ് ഞാൻ. ലീഗിന്റെ റെക്കോർഡ് തിരുത്തുവോ? ലീഗിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ തിരുത്തുവോ? സാധ്യത ഉണ്ട്, നല്ല സാധ്യത ഉണ്ട്. കാരണം ഇത്തവണ 27 വളരെ നല്ല ഫൈറ്റാണ്. കിട്ടാത്ത സീറ്റുകളിലൊക്കെ ഫൈറ്റാണ്. ഇപ്പോൾ LDF കൺവീനർ മത്സരിക്കുന്ന അവിടുത്തെ അതുപോലുള്ള സീറ്റുകളിലൊക്കെ വമ്പൻ ഫൈറ്റാണ്. അതുപോലെ നമ്മുടെ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് സീറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും റെക്കോർഡായിരിക്കും. ഓക്കെ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.